ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മള് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സബ്ട്രാക്ഷൻ അഡീഷൻ നോക്കിയില്ലേ? ഇപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ബി പ്ലസ് എ തന്നെയായിരുന്നു. ഇത് നമ്മള് സബ്ട്രാക്ഷൻ നോക്കുവാണ്. ആദ്യം ഹോൾ നമ്പേഴ്സ് ജസ്റ്റ് പറയാൻ വേണ്ടി കേട്ടോ. ഹോൾ നമ്പേഴ്സ് നിങ്ങൾ നോക്കണ്ട. ഇതുണ്ടോ 7 - 2 രണ്ട് ഹോൾ നമ്പേഴ്സ് ആണ്. 7 ഹോൾ നമ്പർ ആണ്, 2 ഹോൾ നമ്പർ ആണ്. സബ്ട്രാക്ട് ചെയ്തവരെ 7 - 2 എത്രയാണ്? 7. ഇത് കണ്ടോ? ഇനി നമ്മൾ അങ്ങനെ അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ നോക്കുവോ? ഇല്ല, നമ്മൾ സൈനാണ് നോക്കുന്നത്. ഇത് പ്ലസ് 2 മൈനസ്, പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് ആരുടെ സൈൻ കൊടുക്കും? വലിയ ആളുടെ സൈൻ കൊടുക്കും. വലുതാരാ? 7 പ്ലസ് ആയതുകൊണ്ട് പ്ലസ് സൈൻ. ഞാനത് തിരിച്ചെഴുതി. 2 ആദ്യം എഴുതി, 7 രണ്ടാമത് എഴുതി. ഇവിടെയും കണ്ടോ? +2 - 7 സബ്ട്രാക്ട് ചെയ്യും അല്ലെ? പ്ലസ് മൈനസ് വന്ന സബ്ട്രാക്ഷൻ. സൈൻ ആരുടെ? ഇവിടെ 7 ആയത്. സൈൻ എന്നാണ്? -5. സെയിം ആൻസർ ആണോ കിട്ടിയത്? ആണോ? അപ്പം ഹോൾ നമ്പേഴ്സ് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ 7 + 2 എന്ന് പറഞ്ഞാൽ 9 ആയിരുന്നു. തിരിച്ച് 2 + 7 ചെയ്തപ്പോഴും 9 ആയിരുന്നു. ആഡ് ചെയ്തപ്പോൾ അവർ അംഗീകരിച്ചു, പക്ഷെ സബ്ട്രാക്ട് ചെയ്തപ്പോൾ അംഗീകരിക്കുന്നില്ല. അപ്പൊ ദേ ആർ നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അഡീഷൻ സബ്ട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരോ? ഇന്റിജേഴ്സിന്റെ പണി എന്നാ നമുക്ക് നോക്കാം. 5 - -3 5 എഴുതി. ഞാൻ പറഞ്ഞു 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ സ്ഥലമില്ലാത്തതാണ് നമുക്ക് ഞാൻ എഴുതിയിടാത്തത്. ആരായിട്ട് മാറും? പ്ലസ് ആകും. 2 മൈനസ് തമ്മിൽ പ്ലസ് ആയി. പിന്നെ 3 എഴുതി. ഇപ്പൊ ഇതും പ്ലസ് ഇതും പ്ലസ് അല്ലേ? സൈൻ ഒന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം പ്ലസ് എന്നാ കേട്ടോ. 5 + 3 8. തിരിച്ചു ചെയ്ത് നോക്കട്ടെ. തിരിച്ചു ചെയ്ത് നോക്കണം. അതാണല്ലോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. A + B എന്ന് പറഞ്ഞാൽ അല്ലേ? ഇവിടെ നമ്മൾ മൈനസാ. A - B എന്ന് പറഞ്ഞാൽ B - A ആയിരിക്കണം. നോക്കട്ടെ. -3 സൈൻ എന്നാ വരണം? മൈനസ് തന്നെ വരണമെന്ന് പറഞ്ഞേ. 5 അല്ലേ? ആദ്യം എഴുതി -3. ഇതാണ് നമ്മൾ ഇവിടുത്തെ ചെയ്യാനുള്ള സൈൻ കേട്ടോ. മൈനസ് ചെയ്യാനായിരുന്നു. അപ്പൊ ആദ്യം -3 എഴുതി. -5 ഇവിടെ നോക്കിയേ. 3ഉം മൈനസ് 5ഉം മൈനസ്. 2 മൈനസ് വന്നാൽ എന്ത് ചെയ്യും മക്കളെ? മൾട്ടിപ്ലിക്കേഷൻ അല്ല. 2 മൈനസ് വന്നാൽ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കും. ആഡ് ചെയ്ത് എന്നിട്ട് മൈനസ് സൈൻ. ഇവിടെ കിട്ടിയത് +8 കണ്ടോ? ഇങ്ങനെ ആഡ് ചെയ്തപ്പോൾ A + B ചെയ്തപ്പോൾ പ്ലസും B - A ചെയ്തപ്പോൾ മൈനസും. അപ്പൊ കറക്റ്റ് ആയോ? ഇല്ലല്ലോ. എന്നാ അടുത്തത് കൂടെ നോക്കാം. -8 ഇവിടെ -8. 2 മൈനസ് അടുപ്പിച്ച് വന്നത് പ്ലസ് ആകും അല്ലേ? കണ്ടോ? -8 + 9. പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്യണം. 1 ആരുടെ? വലുതിന്റെ സൈൻ. വലുത് 9 പ്ലസ് സൈൻ കൊടുത്തു. നമുക്ക് തിരിച്ചു ചെയ്ത് നോക്കിയേ. -9 മൈനസ് ആര്? -8 അല്ലേ? ഇവിടെ -8 ആണ് സൈൻ. -8 -9 മൈനസ്. തിരിച്ചു ചെയ്ത് നോക്കി. ഇവിടെ എഴുതുന്നത് എങ്ങനെയാണ്? -9 2 മൈനസ് അടുപ്പിച്ച് വന്നു. പ്ലസ് 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ +8. പ്ലസും മൈനസും വന്നു. സബ്ട്രാക്ട് ചെയ്യും. 9 8 പോയി. പക്ഷെ ആരുടെ സൈൻ കൊടുക്കണം? വലുത് ഇവിടെ 9 ആണ്. -1 ഇവിടെ +1ഉം -1ഉം തെറ്റിപ്പോയി. ഇവിടെ നമുക്ക് നോക്കാം. -45 -0 എന്ത് ചെയ്ത് കുറച്ച് ആ ആൻസർ തന്നെ. -45 തന്നെ. തിരിച്ചു ചെയ്ത് 0 - 45. 0 - -45. 45ന്റെ സൈൻ മൈനസ് ആയിരുന്നു. 0ൽ നിന്ന് -45 കണ്ടോ? 2 മൈനസ് അടുപ്പിച്ച് വന്നു. +45. 0 + 45 ഇത് -45ഉം ഇത് +45. അപ്പൊ ഇത് ശരിയാണോ മക്കളെ? ഇവിടെ ഇന്റിജേഴ്സിന്റെ സബ്ട്രാക്ഷനിൽ അവർ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? നമ്മള് when A and B are 2 integers എഴുതും. A - B not equal to B - A. A - B B - Aയും ഈക്വൽ അല്ല. they are not എന്നാ എഴുതും? in subtraction integers are not under commutative property. പക്ഷെ അഡീഷനില് ഇതിന്റെ തന്നെ അഡീഷനില് integers are
കമ്മ്യൂട്ടേറ്റീവ് ഇൻ അഡീഷൻ ഇൻറ്റീജേഴ്സ് ആർ അണ്ടർ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. മനസ്സിലായോ? അതായത് എ പ്ലസ് ബി പ്ലസ് ചെയ്യുവാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ബി പ്ലസ് എ ആണ്. പക്ഷേ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ അല്ല എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? വീഡിയോസ് 2 തവണ കാണുക കേട്ടോ, നിങ്ങൾ മനസ്സിലാകും നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ഇത് ടെൻഷൻ എടുക്കണ്ട. ഈ പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ബി പ്ലസ് എ ആണ്. പക്ഷേ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ അല്ല. തിരിച്ച് ചെയ്താൽ സെയിം കിട്ടുകയല്ല, സൈൻ സെയിം കിട്ടുകയില്ല. സംഖ്യകൾ സെയിം കിട്ടും, പക്ഷേ സൈൻസ് മാറിപ്പോകും, പ്ലസും മൈനസും ആയിട്ട് മാറിപ്പോകും. മനസ്സിലായില്ലേ മക്കളെ? എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.